ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്ധ്യ സുനിൽ. സന്ധ്യ CC സ്റ്റിച്ചിങ്ങിൻ്റെ 30ാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ലെഹങ്ക സ്കേർട്ടാണ് തയ്ക്കാൻ പഠിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബോർഡർ ഉള്ള സാരി ഉപയോഗിച്ച് ആ സാരിയുടെ ബോർഡർ കട്ട് ചെയ്യാതെ നമുക്ക് ഒരു അടിപൊളി ലെഹങ്ക സ്കേർട്ട് തയ്ക്കാൻ പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്കേർട്ടിന് അളവെടുക്കാം. സ്കേർട്ടിന് ആദ്യം വേസ്റ്റ് മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. നമ്മൾ എവിടെയാണോ പാവാട ഇടുന്നത് ആ ഭാഗത്തിന് ചുറ്റും ടേപ്പ് ചുറ്റി അളന്നെടുക്കുക. 20 ഇഞ്ചാണ് ഞാൻ വേസ്റ്റ് മെഷർമെൻറ്റ് അളന്നെടുത്തിരിക്കുന്നത്. ഇനി പാവാടയുടെ ഇറക്കം എടുക്കുക. നമ്മൾ എവിടെയാണോ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തത് അവിടെ മുതൽ താഴത്തേക്ക് എത്ര ഇഞ്ച് ഇറക്കമാണോ പാവാടയ്ക്ക് വേണ്ടത് അത്രയും അളന്നെടുക്കുക. ഞാനിവിടെ ഫ്ലോർ ലെങ്ത് വരെയാണ് അളന്നെടുത്തിരിക്കുന്നത്. 36 ഇഞ്ചാണ് പാവാടയുടെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ലെഹങ്ക തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സാരിയാണ് എടുത്തിരിക്കുന്നത്. സാരിയിൽ നിന്നും 2.5 മീറ്റർ മുറിച്ചെടുത്ത പീസാണിത്. ഒരേ ഡിസൈനുള്ള ഭാഗം 2.5 മീറ്ററാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഈ സാരി പീസ് ഞാനിപ്പോൾ കറക്റ്റ് നടുവേ 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. വീണ്ടും ഇത് ഒന്നും കൂടി മടക്കുക. ഇപ്പോൾ ഈ പീസ് 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടി മടക്കുക. ഇപ്പോൾ ഇത് 8ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി മടക്കുക. ഇപ്പോൾ ഞാൻ ഈ പീസ് 16ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ നിവർത്തി നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പീസ് 16ആയിട്ടാണ് ഞാൻ ഈ പീസ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പീസ് എടുത്ത് തിരിച്ചു വയ്ക്കാം. സാരിയുടെ നീളം മുഴുവനും ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ മുകളിലത്തെ സൈഡിലേക്ക് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഈ പീസ് ഞാൻ ആദ്യം 4ആയി മടക്കി, അതിനുശേഷം അത് അയൺ ചെയ്തെടുത്തു. വീണ്ടും 8ആയി മടക്കിയതിന് ശേഷം വീണ്ടും അയൺ ചെയ്തു. അങ്ങനെ ഓരോ പ്രാവശ്യം മടക്കി അയൺ ചെയ്താണ് ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. അയൺ ചെയ്യാതെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് മടക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും അയൺ ചെയ്ത് തന്നെ മടക്കുക. ഇനി നമുക്ക് പാവാടയുടെ ഇറക്കം മാർക്ക് ചെയ്യാം. എനിക്ക് 36 ഇഞ്ചാണ് പാവാടയ്ക്ക് ഇറക്കം വേണ്ടത്. ആ 36 ഇഞ്ചിൽ 2 ഇഞ്ച് മുകളിലത്തെ പടിയാണ് വരുന്നത്. 36-ൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 34 ഇഞ്ചാണ് വേണ്ടത്. ഈ പാവാടയ്ക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം. 34 + 1/2 34 ഇഞ്ചാണ് ഞാനിവിടെ പാവാടയുടെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. 34 ഇഞ്ച് ഇറക്കം നമുക്കിവിടെ ഒന്ന് വരച്ച് വയ്ക്കാം. ഈ പാവാടയുടെ താഴത്തെ സൈഡ് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ പടിയുമായിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ മുകളിലത്തെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടത്. ഇനി നമുക്ക് പാവാടയുടെ വണ്ണം നോക്കാം. എനിക്ക് പാവാടയ്ക്ക് വണ്ണം വേണ്ടത് 20 ഇഞ്ചാണ്. വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ അളന്നെടുത്തത് 20 ഇഞ്ചാണ്. ആ 20 ഇഞ്ചിനെ 16 കൊണ്ട് ഭാഗിക്കുക. കാരണം ഞാൻ 16ആയിട്ടാണ് ഈ പീസ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ 20 / 16 എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ് കിട്ടുന്നത്. 1.25 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 1.25 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർക്കുക. + 1.5. അപ്പോൾ നമുക്ക് 2.75, അതായത് 2.25 ഇഞ്ചാണ് കിട്ടുന്നത്. 1.5 ഇഞ്ച് നമ്മൾ കൂടുതൽ ചേർത്തതിൽ 1/2 ഇഞ്ച് ലൂസാണ്. 20 ഇഞ്ച് വണ്ണമുള്ള പാവാട നമ്മൾ കറക്റ്റ് 20 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ, വള്ളി ഇട്ട് കഴിയുമ്പോൾ ആ പാവാട കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അല്പം വണ്ണം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് വെച്ച് ഓരോ പീസിൽ വണ്ണം കൂട്ടി എടുക്കുമ്പോൾ 16 പീസിൽ എടുത്തു കഴിയുമ്പോൾ 8 ഇഞ്ചാണ് വണ്ണം കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ പാവാട തയ്ച്ച് തീർന്നു കഴിയുമ്പോൾ 28 ഇഞ്ച് വണ്ണം കാണും. 1 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് കൂട്ടി പിടിപ്പിക്കുമ്പോൾ തയ്യൽ തുമ്പ് വേണം. അതിനാണ് 1 ഇഞ്ച് കൂടുതലിട്ടിരിക്കുന്നത്. ഈ പാവാടയ്ക്ക് നമുക്ക് വണ്ണം വേണ്ടത് 30 ഇഞ്ച് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ 30 ഇഞ്ചാണ് വണ്ണം വേണ്ടതെങ്കിൽ 30 / 16 = നമുക്ക് 1.87 ഇഞ്ചാണ് കിട്ടുന്നത്. + 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർക്കണം. അപ്പോൾ നമുക്ക് 3.37 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ചാണ് ആ പീസിൻ്റെ വണ്ണമായിട്ട് എടുക്കുന്നത്. നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിനെ 16 കൊണ്ട് ഹരിക്കുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂടുതൽ ചേർക്കുക. അതായിരിക്കും നമുക്ക് പാവാടയ്ക്ക് വേണ്ടുന്ന വണ്ണം. ഈ ഇറക്കം മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് 6.5 ഇഞ്ചാണ് ഈ തുണിയുടെ മൊത്തം വീതിയുള്ളത്. അതിൻ്റെ പകുതി 3.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഈ പാവാടയുടെ വണ്ണം 20 ഇഞ്ചാണ്. 20 / 16 എന്ന് പറയുന്നത് 1.25 ആണ്. 1.25ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 2.25 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ആ 2.25 ഇഞ്ച് നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് 2.25ൻ്റെ പകുതി സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. 1.25 കഴിഞ്ഞ് ഒരു പോയിൻറ്റും കൂടെ വരും 2.25ൻ്റെ പകുതി. അപ്പോൾ ഞാൻ 1.25 കഴിഞ്ഞ് ഒരു പോയിൻറ്റും കൂടി ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ അതേ അളവ് സെൻറ്ററിൽ നിന്ന് ഇങ്ങേ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിത് കറക്റ്റ് 2.25 ആണോ എന്നൊന്ന് നോക്കാം. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇപ്പോൾ കറക്റ്റ് 2.25 കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 2.25 മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്നും താഴത്തേക്ക് ചെരിച്ചു വരയ്ക്കുക.
ഇതിൻ്റെ താഴെ ബോർഡറാണ്. ഈ ബോർഡർ ഞാൻ കട്ട് ചെയ്യുന്നില്ല. ബോർഡറിൻ്റെ തൊട്ട് മുകളിൽ വരെയാണ് ഞാൻ ഈ ലൈൻ വരയ്ക്കുന്നത്. അതായത് ഏറ്റവും താഴത്തെ ഭാഗത്ത് നിന്ന് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഈ താഴെ വരച്ചിട്ടിരിക്കുന്ന ലൈനിൻ്റെ അങ്ങാറ്റത്തേക്ക് ഈ ലൈൻ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഈ പീസ് മടക്കിയിടുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് മടക്കിയിടണം. അകത്തെ പീസുകളൊന്നും മടങ്ങിയോ ചുളുങ്ങിയോ ഇരിക്കാതെ കറക്റ്റായിട്ട് തന്നെ മടക്കിയിടണം. അതുപോലെ തന്നെ ഇങ്ങ സൈഡിലും ഈ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്നും താഴത്തെ ഈ ലൈനിലേക്ക് കൂട്ടി വരയ്ക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് ഈ പീസിൽ 34 ഇഞ്ച് ഇറക്കമാണോ വേണ്ടത്. ആ ഇറക്കം മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് മുകളിലത്തെ പീസ് മാറ്റുക. ഇനി നമുക്ക് ഈ സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വരയിൽ കൂടി കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങ സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ സ്ക്വയർ പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഈ പീസ് നമുക്ക് മടക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വണ്ണം 20 ഇഞ്ചാണ്. നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് 16 പീസിൽ വന്നു കഴിയുമ്പോൾ 8 ഇഞ്ചാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പീസ് തയ്ച്ച് തീർന്ന് 28 ഇഞ്ചാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പടി 28 ഇഞ്ചാണ് വേണ്ടത്. നമുക്കൊരു 3-4 ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്തെടുക്കാം. പടി തയ്ച്ച് കഴിയുമ്പോൾ 2 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ 5 ഇഞ്ച് വീതിയിൽ ഈ പീസ് കട്ട് ചെയ്യണം. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കറക്റ്റ് നമ്മുടെ വണ്ണത്തിന് തന്നെ പാവാട തയ്ച്ചാൽ മതിയെങ്കിൽ 1/2 ഇഞ്ച് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ഈ പാവാടയുടെ തുണിയുടെ അളവ് കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് 20 ഇഞ്ചാണ് ഈ പാവാടയ്ക്ക് വണ്ണം വേണ്ടത്. അപ്പോൾ മൊത്തം ഇതിൻ്റെ 5 ഇരട്ടി തുണിയാണ് എനിക്ക് ആവശ്യമുള്ളത്. നമുക്ക് പാവാടയുടെ വണ്ണം എത്രയാണോ അതിൻ്റെ 4 ഇരട്ടി മുതൽ 5 ഇരട്ടി വരെ തുണി എടുക്കാം. 5 ഇരട്ടി തുണി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്ലെയർ കിട്ടും. 4 ഇരട്ടി തുണി എടുത്തുള്ളെങ്കിൽ ഫ്ലെയർ കുറവായിരിക്കും. അതായത് 20 ഇഞ്ച് വണ്ണമുള്ള പാവാടയ്ക്ക് 20 × 5 100 ഇഞ്ച് തുണി വേണം. കടയിൽ ചെന്ന് നമുക്ക് 100 ഇഞ്ച് തുണി എന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ആ 100 ഇഞ്ചിനെ സെൻറ്റിമീറ്റർ ആക്കണം. സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 100 × 2.54, 100നെ നമ്മൾ 2.54 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 254 എന്ന് കിട്ടും. അതായത് 2 മീറ്റർ 54 സെൻറ്റിമീറ്റർ തുണിയാണ് ഈ പാവാടയ്ക്ക് വേണ്ടത്. ഇനി നമുക്ക് പാവാടയുടെ വണ്ണം 22 ഇഞ്ചാണെങ്കിൽ 22ൻ്റെ 5 ഇരട്ടി കാണും. 22 × 5 എന്ന് പറയുന്നത് 110 ഇഞ്ചാണ്. ആ 110 ഇഞ്ചിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 2.54 കൊണ്ട് കാൽക്കുലേറ്ററിൽ ഗുണിക്കുക. അപ്പോൾ നമുക്ക് 280 എന്ന് കിട്ടും. അതായത് 2 മീറ്റർ 80 സെൻറ്റി തുണിയാണ് വേണ്ടത്. ഇനി നമുക്ക് പാവാടയുടെ വണ്ണം 40 ഇഞ്ച് ആണെങ്കിൽ 40 × 5 അതിൻ്റെ 5 ഇരട്ടി തുണിയാണ് നമുക്ക് വേണ്ടത്. 40 × 5 എന്ന് പറയുന്നത് 200 ആണ്. 200 ഇഞ്ച് എന്ന് പറയുന്നത് 200 × 2.54 ഇട്ട് ഗുണിച്ച് കഴിയുമ്പോൾ 5 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. 20 ഇഞ്ച് വണ്ണമുള്ള കുട്ടിക്ക് 2.5 മീറ്റർ തുണി മതിയാകും. 22 ഇഞ്ച് വണ്ണമുള്ള കുട്ടിക്കാണെങ്കിൽ നമുക്കൊരു 2 മീറ്റർ 80 സെൻറ്റി തുണി വേണ്ടിവരും. 24 ഇഞ്ച് വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 3 മീറ്റർ തുണി വേണ്ടിവരും. 28 ഇഞ്ച് വണ്ണമാണെങ്കിൽ 3.5 മീറ്റർ തുണി വേണ്ടിവരും. 32-34 ഇഞ്ച് വണ്ണമുള്ളവർക്ക് 4 മീറ്റർ തുണിയും, 40 ഇഞ്ച് വണ്ണമുള്ള ആളാണെങ്കിൽ 40 ഇഞ്ചിൻ്റെ 5 ഇരട്ടി 200 ഇഞ്ച് എന്ന് കിട്ടും. 200 ഇഞ്ചിന് നമ്മൾ 2.54 ഇട്ട് ഗുണിച്ച് സെൻറ്റിമീറ്റർ ആക്കി കഴിയുമ്പോൾ നമുക്ക് 508 എന്നാണ് കിട്ടുന്നത്. അതായത് 5.08 സെൻറ്റിമീറ്റർ തുണി. നമുക്കിനി 5 ഇരട്ടി എടുക്കണമെന്നില്ല. നമുക്ക് 4 ഇരട്ടി എടുത്താലും പാവാടയ്ക്ക് തികയുന്നതാണ്. അപ്പോൾ 4 ഇരട്ടി തുണി നമുക്ക് മതിയെങ്കിൽ പാവാടയുടെ വണ്ണത്തിനെ 4 കൊണ്ട് ഗുണിക്കുക. ആ ഗുണിച്ച് കിട്ടുന്നതിനെ സെൻറ്റിമീറ്റർ ആക്കുക. സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 2.54 കൊണ്ട് ഗുണിക്കുക. അത്രയും തുണിയായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പാവാടയുടെയും തുണി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ പാവാട എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ പീസ് നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഇത് നിവർത്തി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള 16 പീസുകളാണ് കിട്ടുന്നത്. ഇത്രയും ഭാഗം ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും കട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ പാവാടയുടെ ചീത്ത വശത്തു കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ 2 പീസ് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഈ പീസുകൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മുകൾ മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ പീസ് മാറ്റിയിട്ട്
അടുത്ത പീസുമായി ചേർത്ത് വയ്ക്കുക. ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ 2 പീസ് തമ്മിൽ സ്റ്റിച്ച് ചെയ്യുക. അതിന് ഈ പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ മുതൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം 3-ാമത്തെ പീസും 4-ാമത്തെ പീസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ ഈ പാവാട ഫുള്ളായിട്ട് കൂട്ടി യോജിപ്പിക്കുക. കട്ട് ചെയ്ത പീസുകളെല്ലാം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത നൂല് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ സൈഡ് ചേർത്ത് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പടി പിടിപ്പിക്കാം. ഇനി ഈ പീസിന് ലൈനിങ് ഇടണമെങ്കിൽ നമുക്ക് ലൈനിങ്ങും കൂടെ ഇടാം. ലൈനിങ് ഇടാനായി ഞാനൊരു പഴയ മുണ്ടാണ് എടുത്തിരിക്കുന്നത്. പഴയ സാരി ആയതുകൊണ്ട് അതിന് ലൈനിങ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് തുണി മേടിച്ച് പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിൽക്കുന്ന ഈ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് 2ആയിട്ടാണ് ഈ പീസ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് പാവാടയുടെ ലെങ്ത് മാർക്ക് ചെയ്യാം. നമ്മൾ 34.5 ഇഞ്ചായിരുന്നു പാവാടയ്ക്ക് ഇറക്കം എടുത്തത്. പടി ഒഴിവാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ആ 34.5 ഇഞ്ച് പാവാടയ്ക്ക് ഇറക്കം എടുത്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് 2 ഇഞ്ചും കൂടെ കുറച്ച് മതി ലൈനിങ്ങിൻ്റെ ഇറക്കം. ലൈനിങ്ങിന് 32 ഇഞ്ച് ഇറക്കമാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 സൈഡിലും 32 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. ഇറക്കം മാർക്ക് ചെയ്ത് നമുക്കതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യാം. പാവാടയുടെ വണ്ണം 28 ഇഞ്ചാണ് നമ്മൾ ആ പീസിൽ എടുത്തിരിക്കുന്നത്. തയ്ച്ച് തീർന്നു കഴിഞ്ഞ് ഞാനത് അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 28 ഇഞ്ച് തന്നെയാണ് ഉള്ളത്. ഈ പീസ് ഞാൻ 4ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 28നെ 4 കൊണ്ട് ഭാഗിക്കുക. 28/4 എന്ന് പറയുന്ന 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർക്കുക. അപ്പോൾ 8 ഇഞ്ചാണ് എനിക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. 8 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി മുകളിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും താഴെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ നമുക്ക് കൂട്ടി വരയ്ക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്ക് 3 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ സൈഡ് ഫോൾഡ് ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് പോയിട്ടില്ല. ഇതിൻ്റെ കര ഒഴിവാക്കിയാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ കര കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ പീസ് നമുക്കെടുത്ത് തിരിച്ചു വയ്ക്കാം. ഈ പീസിൻ്റെ ഈ സൈഡ് ഫോൾഡ് അല്ല എങ്കിൽ ആദ്യം തന്നെ അത് കൂട്ടി യോജിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ഈ പീസ് നിവർത്തി വയ്ക്കുക. ഇനി നമുക്ക് ഇത് 2 പീസാണുള്ളത്. ഈ 2 പീസിൽ ഒരെണ്ണം എടുക്കുക. ഈ പീസിൻ്റെ ഈ വശം ചെരിഞ്ഞ വശമാണ്. ആ ചെരിഞ്ഞ വശത്ത് ഈ ചെറിയ പീസിൻ്റെ ചെരിഞ്ഞ വശം ചേർത്ത് വയ്ക്കുക. ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് ഇത് നിവർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങ സൈഡിലും ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഈ സെൻറ്ററിൽ ഇരിക്കുന്ന പീസിൻ്റെ ചെരിഞ്ഞ സൈഡാണിത്. ആ ചെരിഞ്ഞ സൈഡിൽ ഈ ചെറിയ പീസിൻ്റെ ചെരിഞ്ഞ സൈഡ് എടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് മുകളിൽ മുതൽ താഴെ വരെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ മറിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഈ പീസ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. ഈ പീസ് 3ആയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടിരുന്നത്. ആ 3 പീസും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ നടുവേ മടക്കിയിടാം. ഈ പീസ് ഇങ്ങനെ നടുവേ മടക്കുക. അത് വീണ്ടും ഒന്നും കൂടി മടക്കുക. അപ്പോൾ ഇത് 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ സൈഡിനേക്കാൾ ഈ സൈഡ് കുറച്ച് നീളം കൂടുതലുണ്ട്. നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത് കൂട്ടിപ്പിടിപ്പിച്ച ഭാഗമാണ്. അവിടെ നീളം കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഈ നീളം കുറഞ്ഞ സൈഡിൽ, അതായത് നേരെ വെട്ടിയ സൈഡിൽ നീളം അളന്ന് നോക്കുക. ഇത് 32 ഇഞ്ചാണ്. ആ നീളം തന്നെ ഇങ്ങ സൈഡിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ പീസിൻ്റെ സെൻറ്റർ നോക്കാം. ഇതിന് 16 ഇഞ്ച് വീതിയാണുള്ളത്. അതിൻ്റെ സെൻറ്റർ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഈ 32 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇനി നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ മുകളിലത്തെ സൈഡ് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ സൈഡ് മാത്രം 1/2 ഇഞ്ച് കട്ട് ചെയ്യാവുന്നതാണ്. ആ സൈഡ് 1/2 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ചെരിഞ്ഞായിരുന്നു ഇരുന്നത്.
ഇനി ഈ പീസ് നിവർത്തി വയ്ക്കുക. നമ്മുടെ സ്ക്വയർ പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഈ സ്ക്വയർ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ 2 പീസുമായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങാറ്റം മുതൽ അങ്ങാറ്റം വരെ ഈ പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് പടി പിടിപ്പിക്കാം. പാവാട പീസും ലൈനിങ് പീസുമായി അറ്റാച്ച് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണ് ഈ മുകളിലത്തെ ഭാഗം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ലൈനിങ്ങിൻ്റെ താഴത്തെ അറ്റവും 1/4 ഇഞ്ച് വെച്ച് 2 മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പടി പിടിപ്പിക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടി എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ പാവാട പീസിൻ്റെ നല്ല വശം ചേർന്ന് വരത്തക്ക വിധം വയ്ക്കുക. ഇത് പടിയുടെ നല്ല വശമാണ്, ഇത് പാവാടയുടെ നല്ല വശവുമാണ്. ഇത് തമ്മിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് ഈ സൈഡ് മുതൽ ഇങ്ങാറ്റം വരെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സ്കേർട്ട് പീസും പടിയുമായി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പടിയുടെ ഇങ്ങാ സൈഡ് 1/2 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടി ബാലൻസ് ഉള്ളത് 1 ഇഞ്ച് ഇട്ടതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഈ 1 ഇഞ്ച് കൂടുതൽ ഇട്ടേക്കുന്ന ഭാഗം ആദ്യം 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും 1/2 ഇഞ്ചും കൂടെ മടക്കുക. അങ്ങനെ പാവാടയോട് ചേർത്ത് തന്നെ മടക്കി വെച്ച് മുകളിൽ മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. പടിയുടെ 2 സൈഡും ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ പടി നമുക്ക് പകുതി ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആദ്യം പടി വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ ഈ പടിയുടെ പീസ് വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് നമുക്ക് നല്ല വശത്തു കൂടി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഈ പടിയുടെ അടിയിലത്തെ സൈഡുമായി അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ പടിയുടെ സൈഡിൽ കൂടി ഈ ജോയിൻറ്റ് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം 1/4 ഇഞ്ച് അകലത്തിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പാവാട പീസും പടിയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വള്ളിയാണ് ഇടുന്നതെങ്കിൽ വള്ളി ഇടാനുള്ള ഗ്യാപ്പ് മുകളിലിട്ടതിന് ശേഷം ബാക്കി ഭാഗം ഈ പീസുകൾ തമ്മിൽ കൂട്ടി പിടിപ്പിക്കാവുന്നതാണ്. ലൈനിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ 4 പീസ് വരും. ലൈനിങ് ഇല്ലെങ്കിൽ പാവാടയുടെ 2 പീസായിരിക്കും ഉള്ളൂ. ഈ 4 പീസുകളും തമ്മിൽ മുകൾ മുതൽ താഴെ വരെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൂട്ടിപ്പിടിപ്പിക്കുക. ഞാൻ ഇതിനകത്ത് ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. പാവാടയുടെ അരവണ്ണം 20 ഇഞ്ചായിരുന്നു. ആ 20-ൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് 16 ഇഞ്ചാണ് ഈ ഇലാസ്റ്റിക്കിൻ്റെ നീളം. ഇനി ഇലാസ്റ്റിക് പിന്ന് ഉപയോഗിച്ച് ഈ പാവാടയ്ക്കുള്ളിലേക്ക് ഇടുക. അതിനുശേഷം ഇലാസ്റ്റിക് ആയതുകൊണ്ട് മുകൾ മുതൽ തന്നെ കൂട്ടിയടിക്കാം. മുകൾ മുതൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് പാവാടയുടെ താഴെ വരെ കൂട്ടിപ്പിടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ലെഹങ്ക സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. പാവാടയിൽ ഞാൻ ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. വേസ്റ്റ് മെഷർമെൻറ്റിനേക്കാൾ 8 ഇഞ്ച് ഈ പാവാടയ്ക്ക് ലൂസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മുകൾ മുതൽ സ്റ്റിച്ച് ചെയ്തത്. വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അതേ അളവിലാണ് നമ്മൾ ഈ പടി വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ സൈഡിൽ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കി മാത്രമേ കൂട്ടിപ്പിടിപ്പിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പാവാട ഇടുമ്പോൾ കടന്നു പോകാതെ വരും. ഇത് 8 ഇഞ്ച് ലൂസ് ഉള്ളതുകൊണ്ട് ഞാനിത് മുകൾ മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലെഹങ്ക സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.